Hello and welcome back to my channel DIY Natural's പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് ട്ടോ. മുഖത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണിത്. തീർച്ചയായിട്ടും 7 ദിവസം നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ നന്നായിട്ട് തന്നെ നിറം വെക്കാനും അതേപോലെ തന്നെ പിഗ്മെന്റേഷൻ കരിവാളിപ്പ് മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ ഇതെല്ലാം മാറി കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവർക്കും തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രീമാണിത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിനടുത്ത് തന്നെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. സോ വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റൈസ് വെച്ചിട്ടുള്ള ക്രീമാണ്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും തന്നെ ചെയ്ത് നോക്കാവുന്ന സിമ്പിളായിട്ടുള്ളൊരു ക്രീമാണിത്. റൈസ് നമ്മുടെ പിമ്പിൾസും അതുപോലെ തന്നെ പിമ്പിൾ മാർക്സൊക്കെ മാറിക്കിട്ടാനും സ്കിൻ നന്നായിട്ട് തന്നെ ബ്രൈറ്റ് ആവാനും നല്ല ഗ്ലാസ് സ്കിൻ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അരി 3 മണിക്കൂർ കുതിർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വൈറ്റ് റൈസും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പച്ചരി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബസ്മതി റൈസ് ഉപയോഗിക്കാം. ഏത് ടൈപ്പ് വൈറ്റ് റൈസും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഈ വെള്ളത്തോടു കൂടി തന്നെ നല്ലപോലെ അരച്ചെടുക്കുക. ഈ കുതിർക്കാൻ ഉപയോഗിച്ച് ഈ വെള്ളത്തോടു കൂടി തന്നെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ അരി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ ആ ചെറിയ തരിതരിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് സ്മൂത്തായിട്ട് കിട്ടണം നമുക്കിത്. ഇനി ഈ റൈസ് മിൽക്ക് നമുക്ക് ചൂടാക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടായിട്ട് നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലായി വരണം. അതുവരെ ഇത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ റൈസ് മിൽക്ക് നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലായി വന്നതിന് ശേഷം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റോസ്മേരി എസൻഷ്യൽ ഓയിലാണ്. നിങ്ങൾക്ക് ഈ എസൻഷ്യൽ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല. വിറ്റമിൻ ഇ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ അലോവേര ജെല്ലോ അല്ലെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഓയിലോ അല്ലെങ്കിൽ ഈ വേറെ ഏതെങ്കിലും എസൻഷ്യൽ ഓയിലോ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഏത് വേണമെന്നുണ്ടെങ്കിലും ലാവൻഡർ എസൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ ടീ ട്രീ എസൻഷ്യൽ ഓയിലോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രീമിനാണെന്നുണ്ടെങ്കിലും നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ക്രീം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഈ റൈസ് ക്രീം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്തതിന് ശേഷം ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് മുഖം നന്നായിട്ട് തന്നെ വാഷ് ചെയ്യുക. പിന്നെ ഇത് നമ്മളെപ്പോഴും പകൽ തേക്കുന്നതിനേക്കാൾ രാത്രിയിൽ തേക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് സർക്കുലർ മോഷനിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടുന്നത് വരെ മുഖത്ത് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. പിന്നെ നമ്മളിതിൽ റൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കിത് സാധാരണ മോയ്സ്ചറൈസർ പോലെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളിത് ഉണങ്ങിയതിന് ശേഷം നോർമൽ വാട്ടർ വെച്ചിട്ട് തന്നെ വാഷ് ചെയ്ത് കളയണം. സോപ്പോ ഫേസ് വാഷോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ കടലപ്പൊടിയോ ഒന്നും തന്നെ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. വെറും നോർമൽ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് 7 ദിവസം വരെ ഉപയോഗിക്കാം. കാരണം നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട്, മാത്രമല്ല ഇത് റൈസും കൂടി ആയതുകൊണ്ട് നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് തന്നെ വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. റൂം ടെമ്പറേച്ചറിൽ വെക്കാനായിട്ട് നമുക്ക് അധികം പറ്റില്ല ഇത്. പിന്നെ നിങ്ങളിത് ഒരു ക്രീമായിട്ട് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്ന ഒരു ക്രീമും കൂടിയാണിത്. അപ്പോൾ അതേപോലെ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിഫറൻസ് തന്നെ ഉണ്ടാവും. സ്കിന്നിൻ്റെ ടെക്സ്ചറിലാണെന്നുണ്ടെങ്കിലും നിറത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗ്ലോയിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്കിൻ നന്നായിട്ട് തന്നെ ക്ലിയർ ആയി കിട്ടാനും ഹെൽത്തി ആയിട്ട് കിട്ടാനായിട്ടും സഹായിക്കുന്ന ഒരു ക്രീമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഏത് സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീം കൂടിയാണിത്. ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീം കൂടിയാണിത്. മാത്രമല്ല സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്